നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിക്ക്. ഇപ്പോൾ ബുച്ചി ബാബുസാനെ ഡയറക്ട് ചെയ്ത് രാം ചരൺ നായകനായി അഭിനയിക്കുന്ന പുതിയ സിനിമയാണ് പെദ്ദി. ഒരു ഗംഭീര സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു നല്ലൊരു ഗുഡ് വാച്ച് ആയിരുന്നു സിനിമ. ആക്ച്വലി ഒരു മാസ് മസാല സെറ്റപ്പിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനു മുന്നേ പറയാനുള്ളത് പടത്തിന്റെ ലെങ്ത് ഒരു 3 hour അടുത്തുണ്ട് ആക്ച്വലി. അപ്പോ നമ്മള് ആ ഒരു തോട്ടിൽ വേണം കയറാനായിട്ട്. പിന്നെ ഒരു തെലുങ്ക് പടമാണ്, പാൻ ഇന്ത്യൻ മൂവിയാണ്. അപ്പം ഇത്രയും വെച്ചിട്ടാണ്. പിന്നെ പോരാത്തതിന് നമുക്ക് ട്രെയിലറും സോങ്സും എല്ലാം ഭയങ്കര ഹൈപ്പ് വന്നൊരു സിനിമയാണ്. അറൗണ്ട് ഒരു 350 crore ആ ഒരു ബഡ്ജറ്റിലാണ് ഈ സിനിമ ഇറങ്ങുന്നതെന്നും നമുക്ക് ഓൾറെഡി ന്യൂസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലെവൽ വെച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഗ്രാൻഡിയോറുള്ള ഒരു സിനിമയാണ്. പക്ഷേ നമുക്ക് ഓവറോൾ ഒരു സ്റ്റോറി ലൈൻ ഓക്കെയാണ്, ഗുഡാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്താ പറയാ, ഒരു സ്ക്രീൻ പ്ലേ വൈസ് നോക്കുമ്പോൾ അത്രയ്ക്കും ഒരു ബെറ്റർ സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു ഗംഭീര വിഷ്വൽ എക്സ്പീരിയൻസ് തരുന്ന അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പടം. പടം എന്താ പറയാ, ഒരു ആക്ച്വലി ഒരു ഒരു ഏഹ്, ഗ്രാമത്തില് ജീവിക്കുന്ന, ഗ്രാമമൊന്നും പറയാൻ പറ്റില്ല, ഒരു കാടും മലമ്പ്രദേശത്ത് ജീവിക്കുന്ന ഒരാള്. അയാൾക്ക് അവര് ജീവിക്കുന്ന ആ സ്ഥലത്തിന് ഒരു വഴിയില്ല. മലകള് കയറി വേണം പോകാനായിട്ട്. ആകെ പോകുന്നത് ആ ഗ്രാമത്തിന്റെ ഫ്രണ്ടിൽ കൂടെ. ഒരു ചെറിയ ഗ്രാമമാണ്, ആളുകൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രാമമാണ്. അതും മലഞ്ചെരുവിലാണ് ആക്ച്വലി. അപ്പോ ആകെ അവർക്കുള്ളൊരു ഗതാഗത മാർഗം എന്ന് പറയുന്നത് ഈ നടക്കല് മാത്രമേ ഉള്ളൂ. ഗതാഗത മാർഗം, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ല. എലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ബസ്സോ കാറോ ഒന്നും കയറി ചെല്ലില്ല. ആകെ ഉള്ളത് അവരുടെ ഗ്രാമത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു റെയിൽ പാളമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ സ്റ്റോപ്പും ഇല്ല ആക്ച്വലി. അപ്പോ ഈ ഒരു അവിടുത്തെ ആ ഒരു ഗ്രാമത്തിലെ പെദ്ദി എന്ന് പേരുള്ള നമ്മുടെ നായകൻ തന്റെ ഐഡന്റിറ്റിക്കും തന്റെ ഗ്രാമത്തിന്റെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടും പരിശ്രമിക്കുന്നതാണ് ഈ ഹോൾ സിനിമ കാണിക്കുന്നത്. അറൗണ്ട് ഒരു ത്രീ അവേഴ്സ്, ത്രീ പോയിന്റ് ഒരു 3-3.25 മണിക്കൂറിന്റെ ഉള്ളിലുണ്ട് സിനിമയുടെ ഒരു വലിയൊരു ലെങ്തി സെറ്റപ്പിൽ വരുന്നത്. അത് ആദ്യത്തെ എന്താ പറയാ, ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് നമുക്ക് ഒരു പുള്ളിയുടേതായിട്ടുള്ള ഒരു മാസ് മസാല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ തെലുങ്ക് സിനിമകളുടെ പ്രത്യേകതയാണല്ലോ, നമുക്ക് ഈ നായകൻ വരുന്നു, നായകൻ അതാണ് ഇതാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ അവർ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വെക്കുമല്ലോ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ഈ പടത്തിൽ സ്റ്റാർട്ടിങ്ങിലുണ്ട്. പിന്നീട് നായകന്റെ എൻട്രി വരുന്നു. പിന്നീട് അങ്ങനെ ആള് കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങൾ, അതിന്റെ ഇടയ്ക്ക് കുറെ തമാശയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൂടിയിട്ട് ഒരു ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ, ഒരു എന്താ പറയാ, നമുക്കൊരു വലിയൊരു സെറ്റപ്പ് ഇല്ല, എന്നാൽ കുഴപ്പമില്ല, കണ്ടിരിക്കുക എന്നുള്ള സെറ്റപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അതിന്റെ ഇടയ്ക്ക് കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്, അയാൾ നേരിടേണ്ടി വരുന്നത്. അതായത് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളാണ്. അപ്പോ അയാളും അയാളുടെ ആ ഒരു കമ്മ്യൂണിറ്റി നേരിടേണ്ടി വരുന്ന കുറെ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അതും ആ ഒരു രീതി തന്നെ അങ്ങ് പോകുന്നുണ്ട് ഫ്ലോയില്. സെക്കൻഡ് പാർ, അതായത് ഇന്റർവെല്ലിന് ശേഷമാണ് കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നത്, ഗ്രിപ്പ് ചെയ്യുന്നത്. അതുവരെ വെറുതെ ഒരു മാസ് മസാല സെറ്റപ്പിൽ പോയിരുന്ന സിനിമ സെക്കൻഡ് ഹാഫോടുകൂടി സ്പോർട്സ് ഡ്രാമ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് ചാടും. പിന്നെ നല്ല ഒരു എന്താ പറയാ, സ്ക്രീൻ പ്ലേയുടെ പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ പോലും നമുക്ക് ആഹ് അവരുടെ ആ ഒരു സ്പോർട്സ് എന്നുള്ള ഒരു ബേസിൽ തന്നെ പുള്ളി പരിശ്രമിക്കുന്നതും പുള്ളിയുടെ ഒരു ഇതും എല്ലാം അത് അത് രസമാണ്. പിന്നീട് ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു, അതിനകത്ത് പുള്ളിക്ക് വരുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെയാണ് മെയിനായിട്ട് പറയുന്നത് സിനിമയ്ക്കകത്ത്. ഇതിനകത്ത് മെയിൻ പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടേ പേരാണ്. അതിന് നമുക്ക് മൂന്നാമത്തെ ഒരാളെയും കൂടി കൂട്ടാം. ഒന്നാമത്തെ ആള് രാംചരനാണ്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ. അങ്ങേരുടെ ഷോൾഡറിലാണ് ഈ ഫുൾ മൂവി. നമുക്ക് വേറെ ആരെയും നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കിയുള്ളവർ വന്ന് പോകുന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഒരു 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 ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിർത്തിയേക്ക ഒരു പില്ലർ പോലെ. പിന്നെ രണ്ടാമത്തെ ആള് എ ആർ റഹ്മാനാണ്. ഇങ്ങേര് നിർത്തുന്നുണ്ടെങ്കിൽ എ ആർ റഹ്മാനാണ് ചലിപ്പിക്കുന്നത്. ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിന് ചലിപ്പിക്കുന്ന എ ആർ റഹ്മാനാണ്. എ ആർ റഹ്മാന്റെ മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ, എ ആർ റഹ്മാന്റെ നല്ല ഈ പടത്തിന്റെ മ്യൂസിക് ആണ് ആക്ച്വലി പിന്നീട് ഈ പടത്തിനെയും കൊണ്ടുപോകുന്നത്. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്തി മൂവിയാണ്. അപ്പോ നമുക്കിങ്ങനെ ഗ്രിപ്പ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഭയങ്കര വളിപ്പായി പോകും സാധനം.
അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് ഇത് ആക്ച്വലി. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് മാക്സിമം മ്യൂസിക് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ആ ബോറടിയും ഒരു എന്താ പറയാ, നമുക്ക് ഒരു മടുപ്പ് തോന്നുമല്ലോ ആക്ച്വലി, അത് തോന്നാതിരിക്കാൻ മാക്സിമം മ്യൂസിക് ഭയങ്കരമായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡയറക്ഷൻ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുറവും പറയാൻ പറ്റില്ല. ഒരു 3 hour മൂവീനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് VFX വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ആർ രത്നവേലുവിന്റെ ക്യാമറയാണ്. ക്യാമറ വർക്ക് അപാരമാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റിന്റെ സീൻസ് ഉണ്ട്, പക്ഷെ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഈ ഗുസ്തി, അതായത് ഫസ്റ്റത്തെ സ്പോർട്സ് പുള്ളിയുടെ ക്രിക്കറ്റാണ് കാണിക്കുന്നത്. ഒരു എന്താ പറയാ, ക്രോസ് അത്ലറ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവമാണ് ആള്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ ഒരു കാറ്റഗറിയാണ് പുള്ളിനെ പറയുന്നത്. അപ്പൊ ഈ ക്രോസ് അത്ലറ്റോ അങ്ങനെ എന്തോ സെറ്റപ്പാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ആൾക്ക് തന്നെ പല പല മൾട്ടിപ്പിൾ ഗെയിംസിൽ പുള്ളിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതായത് ഈ ഗെയിം പോലെ തന്നെ മറ്റേ ഗെയിം കളിക്കുക, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്രോസ് പെർഫോമൻസ് അത്ലറ്റോ അങ്ങനെ എന്തോ ആണ് ആള്. ആളെ വിശേഷിപ്പിക്കുന്നതാണ് ആക്ച്വലി. അപ്പം അങ്ങനെ ഒരു ഇതില് അപ്പൊ ഈ ഗുസ്തി കയറി വരുന്നുണ്ട്, പുള്ളിയുടെ ഗാട്ടാ ഗുസ്തി കയറി വരുന്നുണ്ട്. അപ്പൊ ഈ അതിനകത്ത് നടക്കുന്ന കുറെ സാധനങ്ങളുടെ ഷോട്ടുകള്, സ്ലോ മോഷൻ ഷോട്ട്സുകള് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പോരാത്തതിന് എന്താ പറയാ, ചില ചില ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട്, അതും നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നത്തെ കാര്യം, ഇത് എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് എവിടേക്കാണോ നമുക്ക് സ്ലോ മോഷൻ വേണ്ടത്, എവിടേക്കാണ് ക്ലോസപ്സ് വേണ്ടത്, ഇതൊക്കെ രത്നവേലി എടുത്തു വെച്ചിട്ടുണ്ട്. അതേസമയം നവീൻ ഓലി ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മളിങ്ങനെ ഒരു ഗ്രിപ്പിൽ പിടിച്ച് നിർത്തുന്നുണ്ട്. എൻ്റെ ഒരു ഇതാണ് പറയുന്നത് ആക്ച്വലി. കാരണം നമുക്ക് ആ ഒരു ഗ്രിപ്പിൽ പടം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പൊടിക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മടുക്കും, ഒരു പൊടിക്ക് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ എന്താ ഒന്നും മനസ്സിലാവില്ല. എന്നാലും ഇതിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാവാത്തത് ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. എല്ലാ പടത്തിനും ഫോൾട്ടുകൾ ഉണ്ട്, ഉള്ള പോലെ തന്നെ ഇതിനും നല്ല രീതിയിൽ ഫോൾട്ടുകൾ ഉണ്ട്. ആ ഫോൾട്ടുകളല്ല ഞാൻ പറയുന്നത്, ഫോൾട്ടുകൾ പിന്നീട് പറയാം. ആദ്യം ഇതിന്റെ ഈ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ റഹ്മാന്റെ മ്യൂസിക്, നവീൻ നൂലിയുടെ എഡിറ്റിംഗ്, രത്നവേലുവിന്റെ സിനിമാറ്റോഗ്രാഫി, പിന്നെ VFX ടീമിന്റെ കുറെ VFX വർക്കുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്. കുറെ ഷോട്ടുകൾ VFX വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇതൊരു പാൻ ഇന്ത്യൻ പടം ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഷയിലും ഈ ബോർഡുകൾ ഉണ്ടല്ലോ, സൈൻ ബോർഡ്സ് ഒക്കെ, അതൊക്കെ ഇവര് എന്താ പറയാ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിലതില് തെലുങ്ക് തന്നെ വരുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും ഒട്ടുമിക്ക ഹോർഡിങ്ങുകളൊക്കെ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഒരു പാൻ ഇന്ത്യൻ പടം ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഷയിൽ നിന്ന് ആളുകൾ വരുമല്ലോ. ഇതിനകത്ത് ഏറ്റവും വലിയ, അതായത് നമ്മുടെ ഒരു ഒരു സെറ്റപ്പ് സൂരജ് പോപ്സ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. സൂരജ് പോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ മറ്റേ ആ ലുക്കുള്ള പുള്ളിയില്ലേ, എന്താണ് ഗ്ലാമറിൽ ചോദിക്കുന്നത്, കണ്ണട വെച്ചിട്ടുള്ള മൂപ്പിലെ എന്താ, അതും രാം ചരന്റെ കൂടെ കട്ടക്ക് സ്റ്റാർട്ട് ടു എൻഡ് മൂപ്പരുണ്ട്. അത് സമ്മതിക്കണം. അയ്യോ, ലുക്കൊന്നും ഇതിന് ആധാരമല്ല, പെർഫോമൻസുകൾക്കാണ് ആധാരം എന്ന് കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് സൂരജ് ഫോക്സിന്റെ. അയ്യോ, പുള്ളിയൊക്കെ രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചു, രാംചരന്റെ കൂടെ തെലുങ്കില് വേറെ ലെവല്, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ടുണ്ട് മൂപ്പരെ കൊണ്ട് മാക്സിമം കൊടുക്കാം, അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ ഹരീഷ് പേരടി ഒരു മന്ത്രിയായിട്ട് വരുന്നുണ്ട്. അത് ആകെ ഒരു 10 മിനിറ്റ് കഷ്ടി, അത് ചെറിയൊരു പോർഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ രാജീവ് പിള്ള വരുന്നുണ്ട്. അതൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, രാജീവ് പിള്ളയുടെ എൻട്രി ഒന്നും. രാജീവ് പിള്ള വരുന്നുണ്ട്. അത് എന്താ പറയാ, കുറച്ച് കുറച്ച് സീനുകളേ ഉള്ളൂ. പുള്ളിയുടെ കുറെ ഗാട്ടാ ഗുസ്തിയുടെ സംഭവങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. ഹിന്ദിയിലും ഉണ്ടല്ലോ, ഇത് മീൻസ് പാൻ ഇന്ത്യൻ ആയതുകൊണ്ട് ഹിന്ദിയിൽ ആക്ച്വലി ഇവന്മാര് കൊണ്ടുവന്നത് ബോമൻ ഇറാനിനെ കൊണ്ടുവന്നു. ബോമൻ ഇറാനി നല്ലൊരു ഇതായിരുന്നു. പിന്നെ രവി കിഷനെ കൊണ്ടുവന്നു, അതൊരു ഒരു ഗാട്ടാ ഗുസ്തിയുടെ സംഭവം തന്നെയായിട്ട്. പിന്നെ ടിന്നു അനന്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മിനിസ്റ്റർ ആയിട്ട് കാണിച്ചു, അതും വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ദിവ്യേന്ദുവിനെ കൊണ്ടുവന്നു. എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് മാത്രമാണ് പുള്ളിക്കാരന്റെ ഒരു പോർഷൻസ് വരുന്നുള്ളൂ. ഇങ്ങനെ ദിവ്യേന്ദു എന്ന് പറയുന്നത് നമ്മുടെ മിർസാപൂറിലെ മുന്നാ ത്രിപാഠി, മൂപ്പർക്കൊന്നും അഭിനയിക്കാനുള്ള ഒരു വെണ്ടില്ല ഇതിനകത്ത്.
അതിന് പകരം എന്തോരം ആക്ടേഴ്സ് ഉണ്ട് തെലുങ്കിൽ, നല്ല സൂപ്പർ ആക്ടേഴ്സ്. ഇവര് എന്താ പറയാ, കുറച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാൻ ഇന്ത്യൻ കളി കളിക്കില്ല, ആ പരിപാടി തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ കന്നഡയിൽ നിന്ന് ശിവരാജ് കുമാറിനെ കൊണ്ടുപോകും. പിന്നെ മറാഠിയിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപേന്ദ്ര ലിമായി എന്നുള്ള മറ്റേ ആനിമലിലെ മറ്റേ തോക്കുണ്ടാക്കണ പുള്ളിയില്ലേ, ആ പുള്ളിക്കാരനെ കൊണ്ടുവന്നു. എല്ലാം കൊണ്ടും ഒരു കുഴഞ്ഞ സ്വഭാവമാണ്. പിന്നെ ഇവരൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള നായികനെ പറയുമ്പോൾ ഈ പടത്തില് കുറേ ശോകങ്ങളുണ്ട്. ആ ശോകങ്ങളുടെ ഒരു മുക്കാഭാഗവും ഈ നായിക വരുന്ന സീനിലാണ്. ഒരാവശ്യമില്ലാത്ത കുറേ ചളികൾ കയറ്റിയിട്ടുണ്ട്. നായികനെ കാണിക്കുന്നതും അത് നല്ല ചളിയായിട്ട് ജാൻവി അഭിനയിച്ചിട്ടുമുണ്ട്. അയ്യോ, എഴുതി വെച്ചതിനേക്കാളും ദാരുണമായിട്ടാണ് പുള്ളിക്കാരി അഭിനയിച്ചേക്കുന്നത്. അത് പരമ ബോറായിപ്പോയി. പുള്ളി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരിക, ഈ നായികയുടെ കുറെ സീനുകൾ വരുമ്പോ അത് വെറുതെ ആവശ്യമില്ലാണ്ട് കുത്തിക്കയറ്റി വെക്കണതാണ്. നായികയുടെ കുറെ സീനുകൾ വരുമ്പോ ആ ഗ്രാഫ് ഇങ്ങനെയാണ് താഴും. അയ്യോ, ഭയങ്കര ദാരുണമായിരുന്നു. ഭയങ്കര ഒരു മൈനസ് ആയിരുന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ. കുറച്ചും കൂടി നല്ലൊരു സെറ്റപ്പ് നായിക, അതും വരെ അപ്പൊ തന്നെ ഷാളൂരി കളയ ഒരു എന്തും. ഒന്നൊരു നായികനെ വെക്കാനേ വെച്ചോളൂ, പക്ഷെ ഇമാരി കോപ്പറേറ്റ് എന്തിനാ കാണിക്കണേ? ഈ കോപ്രായങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു നായിക. ലാസ്റ്റ് വരുമ്പോ എന്റെ പൊന്നോ, അതിൽ വലിയ ദാരുണം. പിന്നെ ഈ പടത്തില് കുറെ നമുക്ക് ക്രിഞ്ച് സാധനങ്ങൾ, കുറെ സാധനങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ലാസ്റ്റ് ഒരു സ്പീച്ചൊക്കെ ഉണ്ട്. സ്പീച്ചൊക്കെ കാണിക്കുമ്പോ എന്റെ പൊന്നോ, മെഡലിടാൻ വരുന്ന മന്ത്രിയുടെ ഒക്കെ കണ്ണ് പറയണ കാണുമ്പോ നമ്മളിങ്ങനെ ദൈവമേ, ഇയാളൊക്കെ എന്ത് തേങ്ങ മനസ്സിലാക്കിയിട്ടാണ്. വെറുതെ അത് ഈ കുറെ റാൻഡം കുറെ സാധനങ്ങളുണ്ടല്ലോ, അതുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഗുഡ് വാച്ച് ആയിട്ട് നമുക്ക്, എനിക്ക് മീൻസ് ആസ് ഓഫ് മീ എനിക്ക് ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ മാസ് മസാല മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാരണം നല്ല രസം, നമുക്കിങ്ങനെ എന്താ പറയാ, ഒരു ഒരു നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ചും കൂടി ഒരു ഇമ്പാക്ട്ഫുള്ളി അത് സ്ക്രീനിൽ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ നല്ല പാട്ടുകളായിരുന്നു, സൂപ്പർ പാട്ടുകളായിരുന്നു, നല്ല എല്ലാ പാട്ടുകളും നല്ലതായിരുന്നു, ഗംഭീര പാട്ടുകളായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് പാട്ടുകൾ സൂപ്പർ, അത് ഓൾറെഡി സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഉള്ളതാണ്, ഹിറ്റ് ചാർട്ടിൽ ഉള്ളതാണ് ഈ പാട്ടുകളെല്ലാം. പക്ഷെ ഇതിന്റെ ടീസേഴ്സ് ആണ് ഉള്ളത്, ഹോൾ സോങ്സ് റിലീസ് ചെയ്തിട്ടില്ല അവര്. പിന്നെ എടുത്തു പറയാനായിട്ട് പടത്തിന്റെ ഇത്രയാണ് മെയിനായിട്ട്. ഓൾ മൂവി രാം ചരണാണ് ഹോൾഡ് ചെയ്യുന്നത്. രാം ചരൺ വാസ് എക്സെപ്ഷണൽ, ഒന്നും പറയാനില്ല, എക്സെപ്ഷണൽ ആയിരുന്നു. പുള്ളിക്കാരനെ എടുത്തേക്കുന്ന പണി ഒമ്മാരി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എക്സാക്ട് നമുക്ക് ആ സിനിമയിൽ കാണാം. ഡാൻസിലായിക്കോട്ടെ, എന്താ പറയാ, ആക്ഷൻ സീക്വൻസുകളിലായിക്കോട്ടെ, ബാക്കി എന്താ പറയാ, ഈ കായിക ഇനങ്ങൾ, മറ്റേ ഗുസ്തി ഉണ്ട്, റണ്ണിങ് ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഇതൊക്കെ പുള്ളിക്കാരൻ ഡയറക്ടർ ഒരു പടി പറയുന്നതിന്റെ ഒരു പടി എക്സ്ട്രാ ഇട്ട് ചെയ്യുന്ന ആ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. ആസ് ഓഫ് മീ എനിക്ക് ഉറക്കം വരാതിരുന്നത് ഈ ഈ കുറെ കാര്യങ്ങൾ കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചില സമയങ്ങളിലൊക്കെ ഈ ശോകം വരുമ്പോൾ ഞാൻ ഇങ്ങനെ പയ്യെ പയ്യിപ്പോണ്ടതാണ്. പക്ഷെ ഈ സിനിമയിൽ കുറച്ച് ഹൈ മൊമെന്റുകൾ എനിക്ക് കിട്ടി. പ്രത്യേകിച്ച് ഇവരുടെ മറ്റേ ഗുസ്തിയുടെ ടൈമുകളിൽ, പിന്നെ റണ്ണിങ്ങിന്റെ ടൈമില്, പിന്നെ ആ ക്രിക്കറ്റിന്റെ കുറച്ച് പുള്ളിനെ പറ്റിക്കുന്നു, ബിട്രേ ചെയ്യുന്ന കുറെ സീനുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കയറുന്ന ഒരു സാധനമുണ്ട്. അത് എനിക്ക് നല്ല രീതിയിൽ കിട്ടി. എനിക്ക് നന്നായിട്ട് വർക്കായി പടം. എനിക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കുറച്ച് ക്രിഞ്ച് ഉണ്ട്. ആ ക്രിഞ്ചിനെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഒരു 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 3 മണിക്കൂർ പടത്തില് ഒരു അരമണിക്കൂർ ക്രിഞ്ച് പ്രതീക്ഷിച്ചോ. ബാക്കി 2.5 മണിക്കൂർ സൂപ്പറായിരുന്നു. അവരെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറി വൈസ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് തിരക്കഥയിൽ കുറച്ച് വള്ളി ഉണ്ട്. അത് പിന്നെ അവരുടെ ഓഡിയൻസിന് വേണ്ടി ആവുമ്പോൾ കുറച്ച് മാസമൊക്കെ വേണമല്ലോ ഓൾമോസ്റ്റ്. അതൊക്കെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയാണ് പടം. ഒരു വൺ ടൈം ഗുഡ് വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ഈ പടം കാണാത്തവരാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക.
ഒരു ഗംഭീര വിഷ്വൽ എഫക്റ്റ് ആണ്, ഒരു ഗംഭീര വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു നൈസ് വാച്ച് ആണ് പടം. ഈ കുറച്ച് വള്ളിയും ഈ കുറച്ച് ജാൻവിയുടെ സീനുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് വാച്ച് ആണ്. ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ബ്യൂട്ടിഫുൾ സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.